ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ DFT കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് എക്സാമ്പിളായിട്ട് ചെയ്തത്. സോ DFT കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമുക്ക് IDFTയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ ഇക്വേഷൻ ഞാൻ ഫസ്റ്റ് PPT പറഞ്ഞ സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. നമ്മൾ എക്സ് ഓഫ് എന്നിന്റെ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ പഠിച്ചത്. DFT ഓഫ് എക്സ് ഓഫ് എൻ. അതാണ് നമുക്ക് ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ആയിട്ട് കിട്ടുന്നത്. സോ അതിനാണ് നമ്മൾ DFT ഓഫ് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞത്. അതിന്റെ പ്രോബ്ലം ആണ് ചെയ്തത്. സോ അതേപോലെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എക്സ് ഓഫ് കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അതായത് ഒരു സിഗ്നലിന്റെ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എടുത്ത ആ ഒരു വാല്യൂ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ആക്ച്വൽ സിഗ്നലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻവേഴ്സ് എടുക്കണം, അല്ലേ? എക്സ് ഓഫ് എന്നിനെ നമ്മൾ DFT ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ എക്സ് ഓഫ് കെ, അതായത് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് എക്സ് ഓഫ് കെന്ന് എക്സ് ഓഫ് എൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. അതിനാണ് നമ്മൾ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ IDFT എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് IDFT കണ്ടുപിടിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് കെ ആയിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. അതേ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കുക. സോ രണ്ടും എക്സ് ഓഫ് എന്നിൽ നിന്ന് നമുക്ക് എക്സ് ഓഫ് കെയിലേക്ക് പോകാനാണ് DFT യൂസ് ചെയ്യുന്നത്. അതേപോലെ എക്സ് ഓഫ് കെയിൽ നിന്ന് തിരിച്ച് എക്സ് ഓഫ് എന്നിലേക്ക് വരാനാണ് IDFT യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ DFT പെയർ എന്ന് പറയും. അതായത് എക്സ് ഓഫ് എൻ ടു എക്സ് ഓഫ് കെ DFT യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. തിരിച്ചു വരാനായിട്ട് നമ്മൾ IDFT യൂസ് ചെയ്യും. സോ ഇതിനെ DFT IDFT പെയർ എന്നും പറയാറുണ്ട്. സോ നമുക്ക് എക്സ് ഓഫ് കെ അവൈലബിൾ ആയിരിക്കും. അതിന്റെ IDFT എടുത്താൽ എന്ത് കിട്ടണം? എക്സ് ഓഫ് എൻ കിട്ടണം. അപ്പൊ നമുക്ക് IDFT കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം ചോദിക്കാം. അങ്ങനെ ചോദിക്കാറില്ല, ബട്ട് ചോദിച്ചുകൂടാ എന്നുമില്ല. സോ അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും തന്നിട്ടുണ്ടാവുക? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1, 2, 3, 4 എന്നൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? എക്സ് ഓഫ് കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. IDFT 1 പ്ലസ് ജെ 0, 3. സോ എക്സ് ഓഫ് കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അതിൽ നിന്ന് എക്സ് ഓഫ് എൻ ആക്ച്വൽ സിഗ്നൽ കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ IDFT യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഇക്വേഷൻ എഴുതാം. അപ്പൊ ആദ്യം നമുക്ക് DFTയുടെ ഇക്വേഷൻ തന്നെ ഒന്നുകൂടെ എഴുതാം. സോ DFT കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ N മൈനസ് 1 എക്സ് ഓഫ് എൻ ഇൻറ്റു W ഓഫ് N റേസ് ടു കെ എൻ. ഇതാണ് നമ്മൾ എക്സ് ഓഫ് കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, അതായത് DFT കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. സോ അതേപോലെ നമുക്ക് IDFT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. രണ്ടും കൂടി കമ്പയർ ചെയ്യാനായിട്ടാണ് ഒരുമിച്ച് എഴുതുന്നത്. സോ IDFT എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? സ്മോൾ എക്സ് ഓഫ് എൻ ആണ്. സോ എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കാൻ തന്നേക്കുന്ന എന്ത് വാല്യൂ ആയിരിക്കും? എക്സ് ഓഫ് കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു സിഗ്മ. സോ നമുക്ക് ആദ്യം DFT കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെ ഒന്നുകൂടി എഴുതാം. സോ DFT ഓഫ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഓഫ് കെ എന്ന് പറയും. കണ്ടുപിടിക്കുന്നത് സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 ടു N മൈനസ് 1 എക്സ് ഓഫ് എൻ ഇൻറ്റു W N റേസ് ടു സ്മോൾ കെ ഇൻറ്റു എൻ. സോ ഇതാണ് DFT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി IDFT ആണെങ്കിൽ IDFT ഓഫ് എന്തായിരിക്കും? ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. കിട്ടുന്നത് എന്താണ്? സ്മോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറയുന്നത് 1/n ഇൻറ്റു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 0 ടു N മൈനസ് 1 എക്സ് ഓഫ് കെ ഇൻറ്റു W N റേസ് ടു മൈനസ് കെ എൻ.
സോ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇക്വേഷൻസ് എഴുതിയത്. സോ DFT കിട്ടുന്നത് എക്സ് ഓഫ് എന്നിൽ നിന്ന് എക്സ് ഓഫ് കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. IDFT യൂസ് ചെയ്യുന്നത് എക്സ് ഓഫ് കെയിൽ നിന്ന് എക്സ് ഓഫ് എൻ കിട്ടാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ DFT നിന്ന് IDFT വരുമ്പോൾ ഡിഫറൻസ് എന്താണ്? ഇക്വേഷൻ ബൈ ഹാർട്ട് എന്താണ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. DFT 1/n ടേം വരുന്നില്ല, IDFT ഒരു 1/n ടേം എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ എന്താണ് ഡിഫറൻസ്? ഈ സമ്മേഷനിലുള്ള വേരിയേഷൻ ഇവിടെ കെയ്ക്കാണ്, കെയുടെ വാല്യൂ ആണ് വേരിയസ് ഫ്രം 0 to n-1. ഇവിടെ എന്നിന്റെ വാല്യൂ ആയിരുന്നു. കാരണം എന്താണ്? ഇവിടെ എക്സ് ഓഫ് എൻ ആണ്, ഇവിടെ എക്സ് ഓഫ് കെ ആണ്. സോ ഇവിടെ എക്സ് ഓഫ് കെ ആയതുകൊണ്ടാണ് കെ വേരിയസ് ഫ്രം 0 to n-1. പിന്നെ വരുന്ന ഡിഫറൻസ് എന്താണ്? WN റേസ് ടു കെ, അതായത് ടുഡിൽ ഫാക്ടറിന്റെ സൈൻ ആണ്. DFT ഇക്വേഷനിൽ ഇത് WN റേസ് ടു പ്ലസ് കെ എൻ ആണ്, IDFT ആകുമ്പോൾ WN റേസ് ടു മൈനസ് കെ എൻ. ഇത്രയും ഡിഫറൻസ് ആണ് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ വരുന്നത്. അപ്പൊ അത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു പ്രോബ്ലം തന്നാൽ നേരത്തെ പറഞ്ഞു ടുഡിൽ ഫാക്ടർ വെച്ചിട്ട് ആണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ അത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു, യൂണിറ്റ് സർക്കിൾ വരച്ചിട്ട് ടുഡിൽ ഫാക്ടറിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതിന്റെ വാല്യൂ 1 -1 j -j. സോ ഇതിൽ നമ്മൾ DFTയുടെ കേസിൽ എങ്ങനെയാണ് വാല്യൂസ് മാർക്ക് ചെയ്യുന്നത്? ഇത് W4 raised to 0, ഇത് W4 raised to 1, W4 raised to 2, W4 raised to 3, അങ്ങനെ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ എഴുതിയത്. ഇനി IDFTയുടെ കേസ് വരുമ്പോൾ ഡിഫറൻസ് വരുന്നതെന്ന് പറയുന്നത്, നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവും ഇതിന്റെ എല്ലാം പവർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ W4 raised to 0, W4 raised to -1, W4 raised to -2, W4 raised to -3, ഇങ്ങനെയായിരിക്കും IDFTയുടെ കേസിൽ ടുഡിൽ ഫാക്ടേഴ്സിന്റെ വാല്യൂ വരുന്നത്. സോ അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ് ഇവിടെ തന്നെയാണ് W4 raised to 0. സെക്കൻഡ് പോയിന്റ് വരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ DFTക്ക് മാർക്ക് ചെയ്യേണ്ടത്. സോ W4 raised to 0 ഇവിടെ ആണെങ്കിൽ W4 raised to -1 ഇവിടെ വരും, W4 raised to -2, W4 raised to -3, W4 raised to -4, അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. സോ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈ യൂണിറ്റ് സർക്കിൾ വരയ്ക്കുമ്പോൾ DFT കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. IDFT കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരയ്ക്കുക. പവേഴ്സ് എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇക്വേഷനിൽ അങ്ങനെയാണ്, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ നെഗറ്റീവ് പവേഴ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് W4 raised to 0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ W4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അസംഷൻ ചെയ്തതെന്ന് പറയുന്നത് e raised to -j 2π/n ആണ്. സോ അതിനനുസരിച്ച് നമ്മളിവിടെ ഏത് പവറാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ടുഡിൽ ഫാക്ടറിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഓരോ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന വാല്യൂസ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് ഈച്ച് വൺ ചെയ്യുന്നത് വളരെ ടീഡിയസ് ആയ പ്രോസസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ IDFTയുടെ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ആണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി IDFT ഓഫ് ദി ഗിവൺ സീക്വൻസ്. സീക്വൻസ് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു 3/4, 3/5, 1/5, -1/5 ആൻഡ് 1/5. സോ ഒരു എക്സ് ഓഫ് കെ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കുക. സോ ക്വസ്റ്റിനിൽ പറഞ്ഞില്ലെങ്കിൽ തന്നെ അത് IDFT ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇക്വേഷൻ എഴുതി എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു IDFT ഓഫ് എക്സ് ഓഫ് കെ ആണ് അതിന്റെ ഇക്വേഷൻ യൂസിങ് ടുഡിൽ ഫാക്ടർ. നമ്മൾ ആദ്യം പറഞ്ഞ e raised to എക്സ്പോണൻഷ്യൽ ടേം യൂസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ എഴുതാം. അത് ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, ബട്ട് അത് പ്രോബ്ലത്തിന് യൂസ് ചെയ്യേണ്ട, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ DFT ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എന്നിന്റെ വാല്യൂ നോക്കുക. നമുക്കിവിടെ 4 ടേംസ് ആണ് ഉള്ളത്. സോ നമുക്ക് ഞാൻ നേരത്തെ കേസിലും പറഞ്ഞതാണ്, നമുക്ക് 2 ടൈപ്പ് പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. n is equal to 4 and n is equal to 8, അതായത് 4 പോയിന്റ് DFT അല്ലെങ്കിൽ 8 പോയിന്റ് DFT. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഇപ്പോ 3 ആണെന്ന് വെച്ചു, അതായത് ഇവിടെ 3 എലമെന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് അതിന്റെ 4 പോയിന്റ് DFT കണ്ടുപിടിക്കാം, 8 പോയിന്റ് DFT കണ്ടുപിടിക്കാം. സോ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. n is equal to 4 ആണെങ്കിൽ ആ സിഗ്നലിൽ 4 എലമെന്റ്സ് ഉണ്ടാവണം. n is equal to 8 ചെയ്യണമെങ്കിൽ 8 എലമെന്റ്സ് ഉണ്ടാവണം. സോ നമുക്ക് 3 എലമെന്റ്സേ ഉള്ളൂ എങ്കിൽ ഒരു 0 കൂടി ആഡ് ചെയ്ത് നമുക്കതിനെ
4.DFT കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ബാക്കി 5 സീറോ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് 8.DFT കണ്ടുപിടിക്കാം. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. 4 പോയിന്റ് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 4 എലമെന്റ്സ് ആക്കിയിട്ട് 4.DFT കണ്ടുപിടിക്കാം. ഇനി ക്വസ്റ്റ്യനിൽ 8.DFT ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക, 8 എലമെന്റ്സ് ആക്കിയിട്ട് 8.DFT തന്നെ കണ്ടുപിടിക്കാം. ഇനി ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഒരു 7 എലമെന്റ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് അതിൽ 4.DFT വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് 8.DFT 8 എലമെന്റ്സ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം. സോ അത് ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 4 എലമെന്റ്സും ഉണ്ട്. നമുക്ക് 4.DFT കണ്ടുപിടിക്കാം, 8.DFT കണ്ടുപിടിക്കാം. സോ 4.DFT തന്നെ ഇനഫ് ആണ്. അതുകൊണ്ട് നമുക്ക് n is equal to 4 ആയിട്ട് എടുക്കാം. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 4.DFT ആണ്. പിന്നെന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് ഒന്ന് സ്മോൾ n ആണ്, പിന്നെ ഒന്ന് സ്മോൾ k ആണ്. സോ സെയിം കേസ് തന്നെയാണ്. n വേരീസ് ഫ്രം 0 to n-1. സോ 0, 1, 2, 3. അതേപോലെ k ഓൾസോ വേരീസ് ഫ്രം 0 to n-1. സോ 0, 1, 2, 3. ദെൻ IDFTയിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. n കിടക്കുന്ന ഇവിടെ പുറത്താണ്, k ഇതിന്റെ അകത്താണ് കിടക്കുന്നത്. സോ സമ്മേഷനിലാണ് നമ്മൾ kയുടെ വേരിയേഷൻ കൊടുക്കേണ്ടത്. ഇവിടെ അല്ലാതെ ഓരോ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴാണ് n-ന്റെ വേരിയേഷൻ കൊടുക്കേണ്ടത്. സോ അത്രയേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇത് ഒന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 1/4 വരും ഇൻറ്റു സിഗ്മ k is equal to 0 to 3 x of k into w4 raised to minus k. ഇതാണ് എക്സ് ഓഫ് എൻ്റെ ജനറൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ k is equal to 0, k is equal to 1, k is equal to 2 അങ്ങനെ കൊടുത്ത് ഓരോ ഇക്വേഷൻ എഴുതി വാല്യൂ കണ്ടുപിടിച്ചു. ഇവിടെ ഡിഫറൻസ് തിരിഞ്ഞു വരുന്നു. സോ put n is equal to 0 and find x of 0. എന്ത് വരും, 1/4 into sigma k is equal to 0 to 3 x of k into w4 raised to 0. ഇവിടെ n 0 ആകുമ്പോൾ വാല്യൂസ് എല്ലാം 0 ആവും. സോ 1/4 x of 1/4 into w4 raised to 0 1 ആണ്. സോ എന്ത് കിട്ടും, ക്യാപിറ്റൽ X of 0 പ്ലസ് x of 1. കെയുടെ ഓരോ വാല്യൂസ് കൊടുക്കുക. x of 1 പ്ലസ് x of 2 പ്ലസ് x of 3. ഈ വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിലുണ്ട്. സോ 1/4 into x of 0 is, this is x of 0, x of 1, x of 2 and x of 3. So 1/4 into x of 0 is 3/5 plus 1/5 plus minus 1/5 plus 1/5. So ഇതായിരിക്കും x of 0യുടെ വാല്യൂ. So answer will be 1/4 into 4/5 is equal to 1/5. അതായിരിക്കും ഫസ്റ്റ് എലമെന്റ് ഓഫ് എക്സ് ഓഫ് n, that is x of 0. സോ അതുപോലെ തന്നെ ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കാം. n is equal to 1 കൊടുക്കുക. സോ x of 1 കിട്ടും. x of 1 is equal to 1/4 sigma k is equal to 0 to 3 x of k into w4 raised to, n-ന്റെ വാല്യൂ 1 ആണ്. സോ w4 raised to minus k എന്ന് കിട്ടും. k into 1 ആണ്. സോ മൈനസ് k എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 into x of 0 into w4 raised to 0 plus x of 1 into w4 raised to minus 1. ഇവിടെ k is equal to 1 ആകുമ്പോൾ ഇവിടെ minus 1 വരും. പ്ലസ് x of 2 into w4 raised to minus 2 plus x of 3 into w4 raised to minus 3. So this is equal to 1/4 into, നമ്മൾ സർക്കിൾ വരച്ച് നോക്കുക, 1 minus 1 j minus j. സോ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ w4 raised to 0, ഇതാണ് w4 raised to minus 1, w4 raised to minus 2, w4 raised to minus 3, again w4 raised to minus 4. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. സോ ഇതിന് വാല്യൂസ് കണ്ടുപിടിച്ചാൽ എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എത്രയാണ്, 3/5 ആണ്. 3/5 into w4 raised to 0 is 1 plus
x of 1 is 1 by 5 into w4 raised to minus 1 is j plus x of 2 is minus 1 by 5 into w4 raised to minus 2 is equal to minus 1 plus x of 3 is 1 by 5 into w4 raised to minus 3 is equal to minus j. So, answer will be 1 by 4 into 3 by 5 plus j by 5 plus 1 by 5 minus j by 5 is equal to the cancel ചെയ്തു പോകും. Final answer will be is equal to again 1 by 5. സോ അതേപോലെ നമുക്ക് ബാക്കി രണ്ട് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്യാം, എക്സ് ഓഫ് 3 കാൽക്കുലേറ്റ് ചെയ്യാം. സോ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് 2 is equal to 0 ആണ്, എക്സ് ഓഫ് 3 is equal to 1 by 5 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കാം. സോ ഫൈനലി നമുക്ക് ആൻസർ എക്സ് ഓഫ് n is equal to കിട്ടിയ വാല്യൂസ് 1 by 5, 1 by 5, 0, 1 by 5 എന്ന് കിട്ടും. ഇതാണ് IDFT ഓഫ് ദി ഗിവൺ സിഗ്നൽ എക്സ് ഓഫ് കെ. നമുക്ക് തന്ന ക്വസ്റ്റ്യന്റെ IDFT വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ നേരത്തെ മെട്രിക്സ് ഫോമിൽ DFT കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയായിരുന്നു. സെയിം ഫോം തന്നെ നമുക്ക് ഇവിടെ എഴുതാം, കാരണം സെയിം ഇക്വേഷൻസ് ആണ് വരുന്നത്. ആകെയുള്ള ഡിഫറൻസ് എന്താണ്? പുറത്തൊരു 1/n ഉണ്ട്, ദെൻ ഡിഡിൽ ഫാക്ടേഴ്സിന്റെ സൈൻസ് പവേഴ്സ് എല്ലാം നെഗറ്റീവ് ആണ്. സോ ആ ഒരു ഡിഫറൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുമ്പോൾ എക്സ് ഓഫ് ലെഫ്റ്റ് സൈഡിൽ എക്സ് ഓഫ് n അല്ലെങ്കിൽ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, അതായത് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു 12 ഫാക്ടർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ w4 0, w4 0, w4 0, w4 0 അത് സെയിം തന്നെയാണ്. ദെൻ w4 0, w4 -1 ആണ്. w4 -2, w4 -3. അതേപോലെ തേർഡ് റോ വിൽ ബി w4 0, w4 -2, w4 -4, w4 -6. Last row will be w4 0, w4 -3, w4 -6 and w4 -9 into എന്ത് വരും? x of k, that is x of 0, x of 1, x of 2 and x of 3. സോ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ വാല്യൂസ് നമ്മൾ സർക്കിൾ വരച്ച് ആന്റി ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്താൽ ഈ വാല്യൂസ് കിട്ടും. സോ അത് വെച്ച് നമുക്ക് IDFT കാൽക്കുലേറ്റ് ചെയ്യാം. സോ രണ്ടും DFT ആയാലും IDFT ആയാലും ഈ മെട്രിക്സ് ഫോമിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് ഞാൻ പറഞ്ഞ പോലെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നേരത്തെ ചെയ്ത പോലെ സ്റ്റെപ്സ് എഴുതി തന്നെ ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലാതെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ചിലർ അസൈൻമെന്റ് ക്ലാസ് വർക്ക് തന്നതിൽ 2 മെത്തേഡും ചെയ്തിട്ടുണ്ട്. രണ്ടും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ എഴുതി ചെയ്ത് കിട്ടുന്ന ആ ഒരു ഫോം തന്നെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്താണ് ഈ ഒരു ഫോമിലേക്ക് മാറ്റിയത്. സോ രണ്ടും സെയിം ആണ്, അതുകൊണ്ട് രണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയാണ് DFT IDFT സെക്ഷനിൽ നിന്ന് വരുന്നത്. സോ ഇത് 4 പോയിന്റ് DFT മാത്രമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്.